വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-324-2025 ഈ ഒരു പോസ്റ്റിന്റെ എക്സാം കഴിഞ്ഞു. ഫൈനൽ ആൻസർ കീ ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ വന്ന് അതിന്റെ ഡിസ്കഷൻ ഒക്കെ ചെയ്തതാണ്. സോ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ചോദ്യങ്ങൾക്കും ഒരു വ്യക്തത ഇല്ലാണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും ആർഗ്യൂ ചെയ്യാം. സോ അതിന്റെ ബേസിലായിരിക്കും ലാസ്റ്റ് നമുക്ക് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ടോട്ടൽ 5 ചോദ്യങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് ഏതാണെങ്കിൽ അത് നോക്കി അതിൻ്റെ ബേസിൽ നോക്കാം കേട്ടോ. നിങ്ങൾ ഇപ്പോൾ മാർക്ക് കൗണ്ട് ചെയ്തപ്പോൾ ഏതൊക്കെ കൗണ്ട് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. അപ്പോൾ 5 ചോദ്യങ്ങൾ ഇവിടെ പോയിട്ടുണ്ട്. നിങ്ങളുടെ ബുക്ക്ലെറ്റ് വെച്ചിട്ട് നോക്കാം. സോ ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആണ്. ദെൻ PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ എല്ലാ സപ്പോർട്ടും അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളെ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ വരാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ്, ഇതിൻ്റെ ഒക്കെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുള്ളത്. അപ്പോൾ ആൽഫ കോഡ് ABCD. അപ്പം നിങ്ങളുടെ ബുക്ക്ലെറ്റ് ഏതാണെങ്കിൽ അത് നോക്കട്ടെ, അപ്പം അതനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടിരിക്കുന്നത്, അത് ഡിലീഷൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 അവിടെ ഡിലീഷൻ വന്നിട്ടുണ്ട്, 6 ഡിലീഷൻ വന്നിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ 1, 2, പിന്നെ ഇവിടെ ഒന്നുമില്ല കണ്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിലീഷൻ വരുന്നത് അപ്പുറത്താണ്. 50 എത്രയാണ്, 58. 3, 4, 5 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. 5 എണ്ണം. ഓക്കെ കണ്ടോ, 5. അതിപ്പോൾ ഓരോ ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കാം. X into did not deletion approved for publication. അപ്പോൾ ഇതിപ്പോൾ ഓരോന്നിലും ക്വസ്റ്റ്യൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ബിയിലാണെങ്കിൽ 3, 4, പിന്നെ ഡിലീറ്റ് ആക്കിയിട്ടുള്ളത് ഇപ്പുറത്തായിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ. പിന്നെ 53, 3, 4, 5 ഇതാണ് ആൽഫ കോഡ് ബിയിൽ വരുന്നത്. അപ്പോൾ സിയിൽ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ടോട്ടൽ 100 ചോദ്യങ്ങളിൽ 5 എണ്ണം ഡിലീറ്റ് ആണ്. ബാക്കി 95 എണ്ണത്തിൻ്റെ ബേസിലായിരിക്കും അവിടെ ലിസ്റ്റ് ഇടുക. അപ്പോൾ ഈ 5 എണ്ണം നിങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് ആണെന്ന് വിചാരിച്ചിട്ട് അതും കൂടിയും കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കോ. 5 ചോദ്യങ്ങളുടെ ബേസിലായിരിക്കും ഇനി അപ്പോൾ ലിസ്റ്റ് ഇടാം കേട്ടോ. 5 എണ്ണം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. ഞാനിനി ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഏതാണെന്നൊന്നും പറയുന്നില്ല, ബിക്കോസ് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതല്ലേ. സോ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇതാ ഫസ്റ്റ് A പാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ. ദെൻ നെക്സ്റ്റ് 51 മുതലുള്ളത് ഇത്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. അപ്പോൾ പിന്നെ ഈ ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതിൻ്റെ ബേസിൽ നിങ്ങൾ നിങ്ങളുടെ ആൻസർ എത്രയാണെന്നുള്ളത് കൗണ്ട് ചെയ്യും കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് ജൂനിയർ അക്കൗണ്ടൻ്റ് എക്സാം ഒക്കെ എന്നാണ് വരിക, അതുപോലെ തന്നെ BCom ബേസ്ഡ് ആയിട്ടുള്ള പുതിയ എക്സാംസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് MCom ബേസ്ഡ് ആയിട്ടുള്ളതാണ്, സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ്. ദെൻ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ 1 വർഷം 1.5 വർഷത്തിൻ്റെ ഗ്യാപ്പിലൊക്കെ നെക്സ്റ്റ് വിളിക്കാറുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചാനലിലൂടെ അതിൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യും, കോച്ചിങ്ങും ആരംഭിക്കുന്നതായിരിക്കും കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.